എന്തൊരു ചൂടാമ്മ ഇതിന്. നല്ല ചൂട്. നീ കഴിക്ക്. അല്ലെങ്കിൽ തന്നെ നിനക്ക് എപ്പോഴും ഭക്ഷണം കഴിയും കുറച്ച് മടിയാ. ഞാൻ കുറെ സാധനങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ എടുത്തിട്ട് വരാം. അമ്മ എടുത്തിട്ട് വാ, കഴിച്ചിട്ട് ഞാൻ പോവാന്ന പോലെ. ചൂടാണെങ്കിലേ ഫാൻ എടുത്ത് കഴിച്ചാൽ പോരെ, വേഗം ചൂടാറില്ലേ. അതവൾ കൊണ്ടുപോവാൻ. പിന്നെ കുറച്ച് പഴയ മാവല്ലേ, ഇതിവിടെ ഇരുന്നോട്ടെ. വൈകുന്നേരം കുറച്ച് അരി അരച്ചിങ്ങാണ്ട് ഇതിലങ്ങ് ചേർത്ത് വെക്കാം. ഇതെന്താ ദോശമാവാ? ഇത് ദോശമാവല്ലേട്ടോ മോളെ, വെള്ളയപ്പത്തിന്റെയാ. നീ അവിടെ പോയിട്ട് എപ്പോഴും അരയ്ക്കുന്നു ഈ മാവ് കൊണ്ടേക്കാം. ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അവിടെ പോയിട്ട് അരക്കലും പിടിക്കലും നടക്കും. പിന്നെ ഇത് നീ കൊണ്ടേക്കോ. അവിടെ വറുവിട മുളകില്ലെന്നല്ലേ പറഞ്ഞത്? അവിടെ ഇല്ല. അതന്നെ വെച്ചോ. പിന്നെ പൈനാപ്പിള് അച്ഛൻ തന്നെ 3 വാങ്ങിച്ചോ. ഒരെണ്ണം 2 ഈ കവറ് നമ്മൾ ഇതിലിടാം എല്ലാം കൂടിയിട്ട്. നല്ല തേങ്ങയോ? തേങ്ങ കൊണ്ടേക്കോ. നല്ല തേങ്ങ, കുറച്ച് ദിവസം അരയ്ക്കാനായി. അവിടെ പൊളിക്കാത്തുണ്ട്, പക്ഷെ ആർക്കാകാൻ പൊളിക്കാനൊക്കെ. നിൽക്കണ്ട, അത് കൊണ്ടേക്കോ. കഴിയുമ്പോ പിന്നെ പൊളിച്ചാൽ മതിയല്ലോ. ഓരോന്നോരം പതുക്കെ പൊളിച്ചെടുക്കും. പിന്നെ ഇപ്പൊ എന്താ ഉള്ളത്? പിന്നെ ഉണ്ണിക്കാമ്പ് എടുത്തോ? ഉണ്ണിക്കാമ്പ് എടുത്തിട്ടില്ല. ഉണ്ണിക്കാമ്പ് ആര് കഴിക്കാനാണ്? പുറകിലുണ്ടമ്മ. ഉണ്ണിയേട്ടന് ഉണ്ണിക്കാമ്പ് വലിയ ഇഷ്ടമാണ്. കൊത്തി തരട്ടെ എന്നാ? അമ്മ ഒന്ന് പോയി ചെയ്തു ഉടലെടുക്കട്ടെ. കത്തിയും കൊണ്ട് വെച്ചിട്ട് ഇവിടത്തെ വേണ്ട, പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. പുറത്തെയാ? ആ എന്നാ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിട്ട് മോളെ, വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു മതി. അയ്യോ അയ്യോ മോളെ, അയ്യോ അമ്മേ, ഞാൻ നല്ലൊരു വീഴ്ച വീണോണ്ട് നടുവ് പോയേ. അമ്മ വീണു. ഈശ്വര, ഇനി എനിക്ക് ഇവിടുന്ന് എണിക്കാൻ പറ്റും തോന്നുന്നില്ല മോളെ. എന്റെ കാല് പോയി എന്നാ തോന്നുന്നത്. എന്ത് ചെയ്യും ഇപ്പൊ ഞാന്? എന്നാലും ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ നിന്നുള്ളത് കൊത്താനല്ലേ, അങ്ങോട്ട് ഇറങ്ങി കൊത്തേണ്ട കാര്യം ഉണ്ടോ? അത് അവിടെയല്ലേ വാഴ വീണിട്ട് കൊത്തി വെച്ചിരിക്കുന്നത്. പിന്നെ മൂക്കാത്ത വാഴ പിടിച്ച് കൊത്താൻ പറ്റുമോ? 2 ദിവസം മുന്നേ അച്ഛൻ കൊത്തി വെച്ചതാണത്. ആ പൈല കാമ്പ ഉള്ളത്, അത് കൊത്തി എടുക്കട്ടെ പറഞ്ഞാ പോയത്. തലവേദനയായി. ഇവിടെ ഇരുന്നോട്ടത് തൽക്കാലം. ഇപ്പൊ ലേശം കുഴമ്പതിലിട്ട് തേച്ച മാറും എന്തോ കാല്. അയ്യോ, എനിക്ക് അല്ലെങ്കിൽ തന്നെ അന്ന് അല്ലാത്ത പ്രശ്നമുള്ളൊരു കാലാ അത്. ഒന്ന് നടന്നു നോക്കിയാലോ, ഒന്ന് കൂടിയിട്ട്. ഒരു അടി ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേദന. എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് പോകണല്ലോ, ശരിയാവില്ല. എല്ലാം കൂട്ടിണ്ടാവോ? എനിക്കറിയില്ല മോളെ. കാലിങ്ങനെ മടങ്ങിയും കണ്ട് വീണതാ. അയ്യോ, കുഴമ്പിട്ട് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ വേദന അത്രേ ഉണ്ടാവൂല. അപ്പൊ എല്ലെന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ എന്തോ? നല്ല വേദന. ഇവിടെ നിങ്ങട്ട് എന്താ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ കിടന്നല്ലോ, വെള്ളം എടുത്തു തരാൻ പോലും ആളില്ലല്ലോ. ഈശ്വര, വേണ്ടാത്ത പണിക്ക് നിക്കണ്ടായിരുന്നു മോളെ. നീ അത് ഉള്ളത് കൊണ്ടുപോയാ മതിയായിരുന്നു. അമ്മ ഒന്ന് കിടക്കാൻ നോക്കുന്നാല്. പറ്റില്ല, ഞാൻ പോട്ടെ എന്നാല്. അമ്മ കിടക്ക്. നീ പോകാനോ? നീ പോയി ഞാൻ എന്ത് ചെയ്യും മോളെ? എനിക്കിപ്പോ ഇവിടെ നിന്ന് അവിടേക്ക് എപ്പോഴും എങ്ങനെ എത്തുന്ന എനിക്ക് ഒരു പിടുത്തമില്ല. ഞങ്ങളോട് നീ ഇങ്ങോട്ട് പോയി ഞാൻ എന്ത് ചെയ്യും? എന്തായാലും ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാം. ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ കുടുങ്ങി പോകും. നീ എന്റെ കൂടെ ഒന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കും മോളെ, എന്റെ കൂടെ ഒന്ന് ആശുപത്രിക്ക് പോവാ. അമ്മ, ഞാൻ ഇന്ന് അങ്ങോട്ട് പോകാന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അത് മതി അവിടെ പ്രശ്നം ഉണ്ടാകാൻ. സുമേഷിന്റെ ഓട്ടോയിൽ അമ്മ പോവോ? ഞാൻ ചിലപ്പം കയറ്റി തരാം. നീ വിട്ടിട്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ എത്തിക്കാൻ നീ ഒന്ന് എന്നെ കൈ പിടിച്ചതല്ലേ. നീയായിട്ട് ഇപ്പൊ സംഭവം എനിക്ക് വരുത്തിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങില്ലായിരുന്നു. അച്ഛൻ എന്നെ പറയും അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങണ്ടെന്ന്. നീ ഒരു കാര്യം എന്നോട് ഹോസ്പിറ്റലിലേക്ക് വാ, വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നീ. പിന്നെ എനിക്ക് അവിടെ ഇറങ്ങിയിട്ടേ അവിടെ ഓരോരുത്തരുടെ കൈപ്പിടിക്കാൻ പറയാൻ പറ്റുമോ എന്റെ ഉള്ളിലേക്ക് പോകാൻ? അല്ലമ്മ, വെള്ളിയാഴ്ച അല്ലേ? വിശാല് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ വിളിച്ചാൽ കിട്ടുമോ? അവൻ രാത്രി ജോലി കഴിഞ്ഞൊന്നിപ്പോ ഉറങ്ങുമായിരിക്കില്ലേ? അവൻ ഗൾഫിലുള്ളവൻ വന്നിട്ട് ഇവിടെ എന്താക്കാനാ? അവൻ വരുവോ? എനിക്ക് കാല് വേദന പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്താനാ നീ പറയുന്നത്? അല്ല, അത് വിളിച്ച് പറയാ. അതിപ്പോ എന്താ സംഭവം എന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്താന്ന്. അല്ലെ പിന്നെ പറയില്ലേ എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാ? നീ ഇപ്പൊ ഒന്ന് ഡോക്ടറത്തേക്ക് വാ മോളെ. ഡോക്ടർ എന്താ പറയണം നോക്കാൻ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഒരു മിനിറ്റ് അമ്മ എവിടെ ഇരിക്കും, ഞാനൊന്ന് വിശാലിനെ വിളിക്കട്ടെ. കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പൊ തന്നെ പോവാം. ഓട്ടോക്കാരന്റെ നമ്പറൊക്കെ ഉണ്ടോ അമ്മന്റെ ഫോണില്? ഇല്ല, എന്റെ ഫോണിലുണ്ട്. സുമേഷിനെ അടിച്ചു കൊടുത്താൽ മതി. ആ വിശാലെ, എവിടെ? റൂമിലാ ഉള്ളത്? ഞാനിപ്പോ ജോലി കഴിഞ്ഞിട്ടേ റൂമിലേക്ക് എത്തിയുള്ളൂ. ആ
പിന്നെ എന്താ പറയാ, ഞാനിവിടെയാ, നമ്മുടെ വീട്ടിലാ ഉള്ളത്. എപ്പോ വന്നു? ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്, അപ്പൊ ഒന്ന് തിരിച്ചു പോവാൻ നിക്കായിരുന്നു. സുഖല്ലേ ചേച്ചി അവിടെ എല്ലാവർക്കും? എന്ത് സുഖം, അവിടെയല്ലേ നിനക്ക് സുഖം. ഒന്നും അറിയണ്ട, നേരെ ജോലിക്ക് പോവുക, പൈസ സമ്പാദിക്കുക, വന്ന് ഉറങ്ങുക, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാന്നറിയോ? എന്ത് ബുദ്ധിമുട്ട്? അന്ന് TV കൊണ്ടുവന്ന് തന്നില്ലായിരുന്നോ പൊരേ കൂടെയുള്ള സമയത്ത്? അത് 55 പറഞ്ഞിട്ട് അവിടുത്തെ അമ്മായിമ്മ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് 65 വലുതല്ലേ? എന്നല്ലേ പറഞ്ഞു? അത് വലുതല്ലേ? 65 എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടുവരാന്ന്? ഞാൻ എല്ലാവരോടും പറഞ്ഞു നടന്നു. പിന്നെ ഞാൻ വരുമ്പോ അത് മാറ്റി തരാം പോരെ? എനിക്കറിയാം, ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു വിശേഷം. അമ്മ വീണേ, അപ്പുറത്ത് വീണോ? എന്തോ അവിടെ എങ്ങനെ? പുറകില് എന്തോ വെട്ടാനോ പിടിക്കാനോ പോയതാ. എന്നിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റി? ഈ വലിയ ഇതൊന്നും ഇല്ല, എന്താ ഫ്രാക്ചർ ഉണ്ടെന്നാ തോന്നുന്നു, ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നു. അയ്യോ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ഇവിടെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും, എനിക്ക് ഒരു പിടുത്തില്ല. എന്താ ചെയ്യണ്ട, ഒന്ന് ചേച്ചി ഒരു കാര്യം ചെയ്യ്, എന്തായാലും അമ്മയ്ക്ക് ഇപ്പൊ കാല് നല്ല വേദന ഉണ്ടെങ്കിലേ അങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാനതാ വിചാരിക്കണേ. ഞാനൊന്നും പൈസ ഒന്നും എടുത്തില്ല ഇങ്ങോട്ട് വരുന്ന. അത് പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട പൈസനെ കുറിച്ച് ഓർത്തിട്ട്. ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ തരാം എത്ര വേണ്ടെന്ന് വെച്ചാ. പിന്നെ പെട്രോളിനൊക്കെ വില കൂടിയതുകൊണ്ടേ ഓട്ടോക്കാർ എത്ര വാടക ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെന്നിട്ടുള്ള പൈസ അതൊന്നും കാര്യാക്കണ്ട, എത്ര രൂപ ചോദിക്കുന്ന കൊടുക്കും, ഇപ്പൊ അമ്മേനല്ലേ നോക്കണ്ട നമുക്ക്. പിന്നെ മരുന്നിന്റെ ഞാൻ പിന്നെ പറയാ. ഇപ്പൊ 2000 രൂപ അർജന്റ് ആയിട്ട് അയച്ചു വിടുവോ അങ്ങോട്ട്? ഞാൻ വിടാ അത് അയക്കാ, നീ പോയിക്കോ. എന്നാ ശരി, മറക്കല്ലേ. ശരി ചേച്ചി. മറക്കല്ലേ മോനെ, മറന്നുപോയാ ഞാൻ കുടുങ്ങും. ഇല്ല മറക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. ഓ മോളെ ഒന്ന് വേഗം വാ, എനിക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ആശുപത്രി എത്തിയാ മതി. ഇതാ വന്നു ഡ്രസ് മാറ്റണ്ടേ? എന്താ നീ ആരെ വിളിച്ചതാ? വിശാലിനെ എന്തിനാ പറയുന്നത്? എന്റെ മോൻ വിഷമിക്കില്ല അവിടെ നിന്ന്. ഒരു വിഷമവും ഇല്ല. എന്താണെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ എന്നോട് ആശുപത്രിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാന് വേറെന്താ ചെയ്യാ, കൊണ്ടുപോണ്ടേ, അവൻ അവിടെ ഇരുന്ന് പറഞ്ഞാ മതി. അമ്മ വാ, ഞാൻ ഓട്ടോ വിളിച്ചിട്ടില്ല. പതുക്കെ പറ്റുന്നുണ്ടോ? മതി, പതുക്കെ. ഇനി വീണാലാവില്ല. ഇപ്പൊ തന്നെ എത്ര ചെലവാന്നറിയാം വരാൻ പോകുന്നത്. നീ കേറിക്കോ. പൈസന്റെ ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ ഉണ്ണിയണ്ണോട് പറയട്ടെ. അമ്മ വാ, കൈ പിടിക്ക. ഹലോ, രാജേഷേ, ഒരു ഓട്ടം പോവാനുണ്ട്. ഞാന് വിശാലിന്റെ പെങ്ങള്. അത് ഇക്ര ഹോസ്പിറ്റലിലേക്കാ. പിന്നെ എത്രയാണ് ചാർജ് അതുവരെ പോവാൻ? 15 കിലോമീറ്ററേ ഉള്ളൂ. 550? അല്ല, പെട്രോളിന്റെ വില കൂടി. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിച്ചില്ല, നീ വിശാലൊക്കെ. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ വിളിച്ചതാ. ഇപ്പൊ അമ്മയ്ക്ക് വയ്യ. നീ ഇവിടെ വന്നിട്ട് അമ്മേന്റെ കയ്യിന്ന് കുറെ പ്രാവശ്യം ചോറൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ളതല്ലേ. എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ നോക്ക്. വെയിറ്റിംഗ് ഒരാളെ കാണിക്കുമ്പോ പിന്നെ വെയിറ്റ് ചെയ്യണ്ടേ? 100? തിരിച്ചു വരാനോ? ടോട്ടൽ 650. ആയിക്കോട്ടെ, നീ വാ. ശരി. വേദന എങ്ങനെയുണ്ട്? വേദന ആശുപത്രി മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്നാലേ പറയാൻ പറ്റുമോ. പിന്നെ രാജേഷിനെ വിളിച്ചതാ, അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 950 ഓട്ടോ ചാർജ്. എത്രയെങ്കിലും ആവട്ടെ, എന്നാ ആശുപത്രി പോയി എന്തായാലും എഴുതി വെക്കാം. പിന്നീട് ഒരു കണക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മോളൊന്നും ചെയ്തില്ല എന്ന് പറയാൻ ആരും ഇടവരുത്തരുത്. പോയാലൊന്നല്ലേ? അവൻ വരുമ്പോ വിളിക്കും. 960. അറിയിക്കട്ടെ. അവനൊന്ന് വിളിച്ച് നോക്കണം, അപ്പൊ വരും. ചെരുപ്പ് എവിടെയുള്ളത്? ഞാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് എഴുന്നേറ്റാ മതി. നമുക്ക് പതുക്കെ ഡോക്ടർ നന്നായി ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞു. എല്ല് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് വേദന കുറവുണ്ട്. അതല്ല എനിക്ക് മനസ്സിലാകാത്തത്, കാല് വേദനയല്ലേ, 15 മരുന്നുണ്ട് എഴുതുന്ന ഗുളിക. എന്തേലും പ്രശ്നം ഉണ്ടാവോ? എന്താ ഉണ്ടോ? ഇത് രാവിലെ കഴിക്കാൻ, അതിനു മുമ്പ് അത് കഴിച്ച ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടത്. അപ്പൊ ഇത് ഉച്ചയ്ക്ക് കഴിക്കാനാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നു. അപ്പൊ അതിനു മുമ്പ് കഴിക്കാൻ അടുത്തത്. പിന്നെ ഇതാ രാത്രിത്തേക്ക്. ഇത് വേദന കൂടുമ്പോ.
കൂടുന്നില്ലെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ്ടില്ലേ ഈ ടാബ്ലറ്റ് മയോടോപ്പ് എന്ന് കണ്ടില്ലേ, ഇത് കഴിച്ചാൽ മതി. മനസ്സിലായോ? എന്നിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ ഉറങ്ങാനുള്ള ഗുളികൾ വേറെ ഉണ്ട്. ഛർദി വരാണെങ്കിൽ കഴിക്കണം. ഛർദി അമ്മയ്ക്ക് ഉണ്ടോ? ഇതെന്തിനാണ്? ആകട്ടെ. സ്കാനിങ്ങിന് എത്ര പൈസയെന്ന് അറിയാമ? എൻ്റെ അത് അവിടെ നിന്നില്ല, നെഞ്ചിങ്ങനെ പൊട്ടുമായിരുന്നു. രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ തന്നെ ഇനിയും പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നോട് എങ്ങോട്ടും വരാൻ വയ്യ മോളെ. എനിക്ക് എന്താ കാല് തൂക്കിയിട്ട് കാല് വേദനയ്ക്ക് തുടങ്ങി. അയ്യോ, ആ കാര്യം ഞാൻ മറന്നുപോയി. ഡോക്ടർ പറഞ്ഞല്ലേ ഇങ്ങനെ കാല് തൂക്കിയിടരുതെന്ന്. പൈസ എത്ര വേണേലും നമുക്ക് ഇറക്കാം. ഇതൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. അമ്മ വന്നേ, പതുക്കെ 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 ഇതാണ് ഇരിക്കട്ടെ. ബാൻഡേജ് നമുക്ക് ഇന്ന് വാങ്ങാം, കുറച്ച് നല്ലത്. അവിടെ നല്ലത് കിട്ടിയില്ല, അതുകൊണ്ടാ. അമ്മേ, അമ്മ എന്താ ഉറങ്ങിപ്പോയോ? എന്താ വെള്ളം കുടിച്ചേ. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞതല്ലേ? എണീറ്റ് പതുക്കെ. കാല് കാല് അവിടെ തന്നെ വെച്ചോ അമ്മ. കാല് ഇത് നല്ലത് കുട്ടിയിടണ്ട. നല്ല വില കൊടുത്ത് വാങ്ങിയത്. അതെന്താ പഴത്തിന്റെ വലിപ്പവും വിലയും തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് പഴം കഴിക്കണോ? ഞാൻ എന്തായാലും ഇവിടെ വെക്കാം. പിന്നെ ഉണ്ണിയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറയാണ് അങ്ങോട്ട് വാ. എന്നാ ഞാൻ ചെയ്യട്ടെ. നീ നാളെ പോയിക്കോ, നന്നായിരിക്കേ. നാളെയൊന്നുമില്ല. ഞാൻ എന്താന്നറിയോ പറഞ്ഞത്? എന്റെ അമ്മേനെ വിട്ട് ഞാൻ എവിടേക്കും വരുന്നില്ല. മൂപ്പര് കുറച്ച് പഠിക്കട്ടെ, കുട്ടികളല്ലേ, കുട്ടികളെ നോക്കട്ടെ. അല്ലാതെ അപ്പൊ എന്നോട് ചോദിക്കുക, അവിടുത്തെ പണി മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാവോ? ആങ്ങള് ഗൾഫിലല്ലേ, ഒരു 10-30,000 രൂപ കൊടുത്താൽ പോരെ പണിക്കാരനെ കിട്ടാൻ. ഞാൻ പറഞ്ഞു എന്റെ ആങ്ങളെ ഒരാളുടെ എന്താ പറയാ സഹായം അങ്ങനെ ഇറന്ന് വാങ്ങുന്ന ഒരാളെന്നല്ല. അമ്മ വേണം ഇവിടെ വെച്ചോ. 30,000 വരെ 40-50 എനിക്ക് തരുന്നു ഇവിടെ പണിയെടുത്താൽ. ഇല്ലമ്മേ? അവൻ തരില്ലേ? ശരിക്കും അങ്ങനെയല്ലേ അവൻ? അവൻ പൈസ ഒക്കെ തരും, നീ അതിന് വാങ്ങോ? ഞാൻ വാങ്ങില്ല, എന്റെ മനസ്സാക്ഷി അതിന് സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് അവരെ ബോധിപ്പിക്കണം. എന്നോട് പറഞ്ഞല്ലോ എന്റെ കെട്ടിയോന്റെ വീട്ടുകാർ, അവരെ മുമ്പിൽ എനിക്ക് വെറും കൈയോടെ പോകാൻ പറ്റും. തൽക്കാലം അത് വിട്, ഞാൻ അവനെ വിളിക്കാം. കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞാൽ മനസ്സിലാവും. ചായ കുടിച്ചില്ലേ നമ്മള്? ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. അതിലാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കും. എന്താ 18 രൂപ ഒരു ചായക്ക്. ഹോസ്പിറ്റലായതുകൊണ്ടേ അപ്പൊ നമ്മള് രണ്ടാളെ ചായ. ഓട്ടോക്കാരനില്ലേ രാജേഷ്, അറുത്ത് കയ്യിൽ ഉപ്പ് തേക്കാത്തവൻ, അവന് ഒരു ചായ കൊടുത്തു. പിന്നെ കടി ഞങ്ങൾ രണ്ടാളും 2 പഴംപൊരിയും കട്ട്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടിയിട്ട് അത്യാവശ്യം ഒരു. അതിനെന്തൊക്കെ നീ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? കണക്കായിരിക്കണം. പിന്നീട് പെങ്ങളൊന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആങ്ങളെന്റെ ഒരു ഇത് വരാൻ പാടില്ല. എനിക്ക് 1 രൂപ ഒരാളുടെയും വേണ്ട. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കണക്ക് വേണം. എല്ലാം കൂടി 350 രൂപ ചായക്കടി മാത്രം. ഓട്ടോക്കാരൻ അവൻ അവിടെ എത്തിയപ്പോ പറഞ്ഞു അവന് അവിടുന്ന് പെട്രോളിന്റെ വില കൂടിയായിരുന്നു. കള്ളൻ എന്നോട് പിന്നെയും കൂട്ടി വാങ്ങി. 1000 രൂപ വെക്കുന്നുണ്ട് അതിന്. പിന്നെ പഴം കൊടുത്തില്ലേ, അതിനും കൊടുത്തിട്ട് ഞാൻ 200 രൂപ. പിന്നെ അമ്മയ്ക്ക് പോമഗ്രാനൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതിന് 100-300 രൂപ അയാളും. പിന്നെന്താ നമ്മൾ ചെയ്ത് ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ. 8000 രൂപ പക്ഷെ ആ വഴിക്ക് അങ്ങോട്ട് പോയി. അത്ര തന്നെ. ഇപ്പൊ എല്ലാം കൂട്ടി എന്റെ കയ്യിൽ ഒരു 25,000 രൂപ ചെലവായിട്ട് കണ്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ. 25,000? നീ എന്തീ പറയണത്? ഇതാണ് അമ്മ ചോദിച്ചില്ല നീ എന്തിനാ മോളെ എഴുതി വെക്കുന്നത്. നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് എല്ലാം മറക്കും. ഈ വേദന അങ്ങോട്ട് മാറും. പക്ഷെ എന്റെ ചെലവാക്കിയ പൈസ എനിക്കത് ഒരാളും കള്ളപ്പേര് എനിക്ക് കേൾക്കണ്ട. 350, 1000, 200, 300, 8000, 750, ഇന്ന് 5000 ഡോക്ടർ ഫീസ്. അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കാലോ. അവന് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുക്കും. എനിക്കാരും പറ്റിച്ചിട്ട് ഒന്നും നേടാനില്ല. പറഞ്ഞേ ഉള്ളൂ, മറക്കരുത്. അത്ര തന്നെ. പിന്നെ അവനോട് ഞാൻ അധികം പൈസ ഒന്നും വേണ്ട, 10,000 രൂപയാണ് വാങ്ങി. പിന്നെ അവനോട് ഇപ്പൊ തന്നെ പറയണം ബാക്കി പൈസ ഇട്ടുതരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക്. ഒന്ന് വിളിച്ചു നോക്ക്. അവൻ ഇത്രയൊക്കെ ശമ്പളം ഉണ്ടോ? നീ ഇപ്പൊ പറയുമ്പോഴേക്കും ഇത്ര പൈസ അവൻ എടുത്തില്ല. അവൻ്റെ പൈസ ഉണ്ടോ അതിന്? ഇപ്പൊ 10,000 അയച്ചു തന്നില്ലേ, ബാക്കി നീ ചേർത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ പൈസ ഇല്ല, ഇതന്നെ ഞാൻ എങ്ങനെയോ ആക്കി കൊടുത്തതാ. എന്താന്നറിയോ, അവൻ എന്നോട് എന്താ പറഞ്ഞ, കടം വാങ്ങിയിട്ടാണല്ലോ അയച്ചരാന്ന് പറഞ്ഞിട്ട്. അമ്മ ഒന്ന് ചെയ്യ, അവന് ശമ്പളം കിട്ടാത്ത ആളാ. അമ്മ ഒന്ന് വിളിച്ചിട്ട് വിശാലിനെ വിളിച്ചിട്ട് അവൻ 10,000 തന്നില്ലേ, ഇനി ഞാൻ എങ്ങനെയാ അവന്റെ അടുത്ത് ഇനി ഇപ്പൊ തന്നെ പൈസയൊക്കെ ഒരു കാല് വയ്യെങ്കിൽ ഇത്രയും പൈസ ചോദിക്കില്ലേ? അമ്മ ഒന്ന് വിശാലിനെ വിളിച്ചേ, എന്റെ ഒരു സമാധാനത്തിന് വിളിക്ക. അമ്മ ഒന്ന് പറ,
കാര്യം പറ. മോനെ വിശാലേ, ചേച്ചിയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അമ്മേന്റെ ഫോൺ കൊടുക്കേ. ഒരു 35,000 രൂപ അയച്ചു തരണം. അമ്മയ്ക്ക് പറയാൻ എന്തോ ഒരു മടി പോലെ. 35,000 വന്ന അവൻ 45,000 അയച്ചു തരും. ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല, 45,000 ഒക്കെ ഇനി വേണം, ഒരാഴ്ച റെസ്റ്റാ. ചേച്ചി വിടുന്ന എല്ലാ പണിയും ചെയ്യുന്നു കേട്ടോ, ആരും നിർത്തുന്നില്ല. പുറത്ത് വിട്ടാൽ 30,000 ആവും. അപ്പൊ അതൊക്കെ എല്ലാം കൂടിയിട്ട് കൊടുക്ക. അവനെന്തോ പറയാനുണ്ട്, അമ്മ അവനോട് പറ കാര്യങ്ങൾ കൃത്യമായിട്ട്. മോനെ, ആ ചേച്ചിക്ക് ആള് പോകാൻ നിൽക്കുക. വാഴക്കൊല നേരത്തെ 2 ദിവസം മുന്നേ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്കാമ്പ് അവളുടെ ഭർത്താവിന് വേണം പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് വെട്ടാൻ പോയതാ. വെട്ടി അതും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കാല് തെന്നിങ്ങോട്ടൊരു വീഴ്ച അവിടെ വീണു. ഇപ്പൊ അവൾ അന്ന് ആശുപത്രി പോയിട്ട് നല്ല വേദന, ഇത്രയും പൈസയായി എന്നൊക്കെ പറയണേ. 25,000 ഒക്കെ ആയത്രേ. എക്സ്റേ സ്കാനിങ് ഇല്ലേ, സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പൈസയെന്ന് അവള് പറയണ, എനിക്കൊന്നും അറിയില്ല. മോനെ കേട്ടല്ലോ, ഞാൻ പറയുന്നല്ല കേട്ടോ. വാട്സപ്പിൽ ഞാൻ കണക്ക് വിടാം. എടാ, നിന്റെ 1 മാസം ശമ്പളം എന്ന് പറഞ്ഞാല് ഇതെന്താ, നിനക്ക് കൂട്ടുകാരൻ മറക്കില്ലേ? എന്നിട്ട് ഞാൻ പോട്ടെ എന്ന് നീ ഇവിടെ വന്ന് നിക്ക്, ഇവിടെ അടുത്ത് വന്ന് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാൻ തന്നെ ഇപ്പൊ അങ്ങോട്ട് എടുത്ത് പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എത്ര കഷ്ടപ്പെടുന്നറിയാം 3 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറാൻ. നീ ഇങ്ങോട്ട് വാ ഫ്ലൈറ്റും പിടിച്ചിട്ട്. എന്നാ പിന്നെ നീ നോക്ക് അമ്മേനെ. എന്താ കഥ? ഇപ്പൊ തന്നെ പൈസ അയക്കാൻ നോക്ക്. എനിക്ക് അറിയണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ. അവനിപ്പോ പൈസ അയക്കും. ഇനി അമ്മ ഓരോന്ന് പറഞ്ഞിട്ട് നിന്ന് ഇങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നീ വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട. ഇതിന്റെ പേരിലൊരു കോട്ടവും വണക്കവും ഒന്നും വേണ്ട. എനിക്ക് അവനെ കുറിച്ച് അറിയുന്നതല്ലേ. ഇപ്പൊ എനിക്കല്ല, നിനക്കെന്തെങ്കിലും വയ്യാകെ പറഞ്ഞാലും അവൻ അപ്പൊ തന്നെ ആരും കൊണ്ട് കടവെങ്കിലും വാങ്ങിച്ച് അവനങ്ങ് അയച്ചു വിടും. പിന്നെയാണത് അവനിപ്പൊ തന്നെ അയച്ചു തരും. അവന് എനിക്ക് വയ്യാന്ന് പറഞ്ഞ പിന്നെ ആരോടെങ്കിലും ഒന്നും നോക്കില്ല, കിട്ടിയവരോട് വാങ്ങി എന്റെ പല പൈസ അയക്കും. എന്താണ് ഒരു പൈസേന്റെ കണക്കൊക്കെ പറയുന്നത്? ഹോസ്പിറ്റൽ വലിയ ബില്ല് വന്നോ? ഇതാര് ഉണ്ണിയേട്ടനോ? പറയാണ്ട് ഇവളെന്നോട് പറഞ്ഞേ അമ്മയ്ക്ക് എന്തായാലും ഒരാഴ്ചയും കൂടെ ബെഡ് റെസ്റ്റ് വേണമെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, മക്കൾ അമ്മേന്റെ അടുത്ത് നിർത്തി നേരെ ഇങ്ങോട്ട് പോകുന്നു. ആ മോനെ, ഇന്ന് തന്നെ ഇവിടെ കൂട്ടിയിട്ട് പോകരുതേ. അത് 2-3 ദിവസം ഇവിടെ നിക്കട്ടെ. എനിക്ക് കാല് നല്ല വേദന. എന്തിനു കൂട്ടിക്കൊണ്ടുവന്ന്? അവിടെ ചെന്നിട്ട് ഒരു തിരക്കൊന്നുമില്ല അമ്മേ. അല്ലെങ്കിൽ രാവിലെ അവളെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ, അമ്മേന്റെ അസുഖമൊക്കെ മാറിയിട്ട് ഒരാഴ്ചയിൽ 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. പിന്നെ പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് പൈസ കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. പിന്നെ വിശാലിനെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഇങ്ങനെ വീണു എന്ന് പറഞ്ഞതും അവൻ 10,000 അയച്ചു കൊടുത്തിട്ട് ആശുപത്രി പോകാൻ വേണ്ടിട്ട്. അതൊന്നും പോരാന്ന്, 25,000 ചെലവായത്ര. ബാക്കി 15 ഇവളാ ചേർത്തിയത്. അതിപ്പോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ലേ മോളെ, അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പോകിന് 25,000 രൂപ ചെലവായോ? അപ്പൊ ശരിക്കും എന്താ പ്രശ്നം? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഏട്ടനിപ്പോ അങ്ങോട്ട് പോവാ, ഞാൻ അവന് ചായ ഉണ്ടാക്കാം. അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ റെസ്റ്റ് എടുത്തു. എന്നാ അമ്മ കിടന്നമ്മേ, ഞാനിപ്പോ വരാം. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഹോസ്പിറ്റൽ ചെലവ് മുഴുവൻ അങ്ങോട്ട് കൊടുക്കാം? വിശാലിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ടോ കൊടുക്കാൻ? അതിനത് പുറമെയുള്ള ഒരാളാണോ? നിന്റെ അമ്മയല്ലേ. നീയാണിത് ശരിക്കും നിന്റെ അമ്മേനോട് പറയേണ്ടത്, അല്ലാണ്ട് ഞാനല്ല. പിന്നെ ഞാൻ വേറെ പണിയില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളൊന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി പൈസ അടിച്ചു മാറ്റായിരുന്നു. അടിച്ചു മാറ്റാനോ? ആരെ കയ്യിന്ന്? എന്റെ അനിയന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ തന്നെ എനിക്ക് എത്ര രൂപ കിട്ടിയെന്നറിയാം. ഓട്ടോ ചെലവിന്റെ പേരിലും ഹോസ്പിറ്റൽ ബില്ലിന്റെ പേരിലും ഒക്കെ ഞാൻ കുറേ പൈസ എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 10,000 രൂപ ഇപ്പൊ എന്റെ അക്കൗണ്ടിലുണ്ട്. ആകെ 4,000 രൂപ അമ്മയ്ക്ക് ചെലവായിട്ടുള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്നിപ്പോ വേറെ പൈസ അവൻ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റിന്റെ പേരിൽ ഒരു 6-7 ദിവസം അമ്മ ഈ കിടപ്പങ്ങോട്ട് കിടക്കും. അതിന്റെ പേരിൽ എനിക്കൊരു 40,000-45,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. പിന്നെ വീട്ടിൽ ചെലവിനുള്ള പൈസ ഞാൻ വേറെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പണിയെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് വേറെ കൂലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വകയിൽ ഒരു 30,000 കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ കയറി വന്നിട്ടേ വലിയ പുണ്യാളം ചമയാൻ നിൽക്കരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഓരോന്ന് ചെയ്തെടുക്കുന്നത്. നാണല്ലടി നിനക്ക്? നീയൊക്കെ ഒരു മോളാണോ? നിനക്ക് വേണ്ടിട്ടല്ലേ അമ്മ ആ തോട്ടത്ത് പോയിട്ട് വീണത്? അപ്പൊ നിന്റെ കടമയല്ലേ അമ്മേനെ നോക്കി കൊടുക്കണം എന്നുള്ളത്.
ഇതിന് നേരെ മറിച്ചിട്ട് വിശാലിനെ വിളിക്കുന്നു, കുറെ പൈസ വാങ്ങുന്നു. ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലേ? ഒന്നല്ല നിന്റെ അമ്മയല്ല അവിടെ കിടക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ അവനെ വിളിച്ചിട്ട് പൈസ ചോദിച്ചിട്ട് പൈസ കിട്ടിയാൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് നീ. അവന്റെ മാത്രം അമ്മയാണോ? നിന്റെ അമ്മയല്ലേ? അതും പോരാണ്ട് നീ ഇല്ലാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട് നീ നിന്റെ ആങ്ങളേന്റെ കുറെ പൈസ വാങ്ങിയെടുക്കുന്നില്ലേ? നിനക്ക് ഒരു ഉളുപ്പുമില്ലടി. അവനോട് എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത് നിനക്കറിയോ? അവനൊരു പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? നീ ചോദിക്കുമ്പോൾ ഇങ്ങനെ അയച്ചു തരാൻ വേണ്ടിയിട്ട്. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേ അമ്മ നിന്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ചാക്കണക്കിന് കെട്ടിത്തരുമല്ലോ, മോളെ നീ ഇത് കൊണ്ടുപോയിക്കോ അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിനക്ക് അതിനൊന്നും ഇങ്ങോട്ട് വാങ്ങൽ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് കൊടുക്കേണ്ടത് വരുമ്പോൾ നിനക്ക് 10,000 കണക്കാ. അത് ഇല്ലാത്ത കണക്ക് എവിടെ നിന്നില്ലാത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാ. നിന്റെ അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? 3-4 വർഷമായില്ലേ? അവൻ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്? അവൻ അത്രയും പ്രാരാബ്ദം ഉള്ളതുകൊണ്ട്. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ അവിടെ ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കല്യാണത്തിന് വേണ്ട പൈസ, പ്രസവം, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ പൈസ അവന് ചിലവായിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഒരു പക്ഷെ അവൻ വേറെ പല സ്ഥലത്ത് കടം വാങ്ങിയതായിരിക്കും. അതവന് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് നീ അമ്മേന്റെ മകളായതുകൊണ്ട് നിനക്ക് ഈ വാങ്ങി തിന്നല് മാത്രമുള്ളൂ, തിരിച്ചങ്ങോട്ടൊന്നും കൊടുക്കണ്ടേ? ഇപ്പൊ അവനിവിടെ ഇല്ല, അമ്മയൊന്ന് വീണു, ഹോസ്പിറ്റലിലേക്ക് പോകണം. പൈസ കയ്യിലില്ലെങ്കിലേ അവനോട് ഇറക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് എന്നോട് ചോദിച്ചൂടെ? അവിടെ കിടക്കുന്നത് അവന്റെ അമ്മ മാത്രമാണ്, നിന്റെയും കൂടെ അമ്മയല്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മേനെ നോക്കേണ്ടത് നിന്റെയും കൂടെ കടമയല്ലേ? നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് ചാടിക്കയറി അവനെ വിളിച്ചിട്ട് ഏട്ടാ എനിക്ക് അത്ര പൈസ വേണം, ഇത്ര പൈസ വേണം. എടി, ആങ്ങളമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാരം അവർ ഷോൾഡറിൽ വെച്ച് കൊടുക്കാനുള്ളവരാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൈയും കഴുകിയിട്ട് വീടുന്ന് പൊടി തട്ടി പോകാനുള്ളവരാ? കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്ക്, കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്ക് അവന്റെ വിഷമങ്ങൾ, അവന്റെ ജീവിതം. നീ ഒരു കാര്യം ചെയ്യും, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയല്ലേ അത് മുഴുവൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തേക്കും. പിന്നെ ഹോസ്പിറ്റൽ ചെലവല്ലേ അത് ഞാൻ തരാം. പിന്നെ അമ്മേൻ്റെ അസുഖം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നീ അങ്ങോട്ട് വന്നാൽ മതി. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അവളെന്തായാലും നാളെ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നില്ല. അമ്മേൻ്റെ അസുഖം മാറിയിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ വിളിക്കാൻ മടിക്കണ്ട. ഇത് കാര്യം വേണ്ട വെച്ചോ. ഞാൻ പോയിട്ട് വരാം. മോളെ മോൻ തന്ന പൈസ നീ കൈവച്ചോ? വേണ്ടമ്മേ, അത് ഏട്ടൻ്റെ അമ്മയ്ക്ക് തന്നല്ലേ, അമ്മ കയ്യിൽ വെച്ചു. ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം അമ്മയ്ക്ക്.